ഉച്ചയൂണിന് പച്ചക്കറി ഒന്നും ഇല്ലാത്ത സമയത്ത് അമ്മമാർ ഉണ്ടാക്കിയിരുന്ന ഒരു കറിയാണിത്. പപ്പടം കൊണ്ടുള്ള കറി. നല്ല സ്വാദുള്ള ഈ കറി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഈ കറി എങ്ങനെയാണെന്ന് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. ഇതിനു വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ 6-7 ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ഒന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടി പിടിച്ച് പോകും. ഇതിലേക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് മുളക് പൊടി ചേർക്കാം. 1 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങ വല്ലാതെ ബ്രൗൺ കളർ ആകേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 2-3 മിനിറ്റ് മാത്രം ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഒന്ന് ചൂട് തണിഞ്ഞതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാറിലാണ് അരച്ചെടുക്കുന്നത്. ഇതിലേക്ക് അല്പം വെള്ളം മാത്രമാണ് ഒഴിച്ചിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. കടുകൊന്ന് പൊട്ടി വന്നാൽ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 4-5 വെളുത്തുള്ളി അല്ലിയും 5-6 ചെറിയ ഉള്ളിയും 1 പച്ചമുളകും നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എല്ലാതും നീളത്തിലാണ് അരിഞ്ഞ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. 2 വറ്റൽ മുളക് ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നാരങ്ങ വലുപ്പത്തിൽ പിഴിഞ്ഞെടുത്തിരിക്കുന്ന പുളിവെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ചു വച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് ഒഴിച്ചതിന് ശേഷം ഞാനിവിടെ മിക്സി ജാറിൽ തന്നെ ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇത് കലക്കിയെടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരണേ. ഈ ടൈമിൽ ആവശ്യത്തിനുള്ള പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി വേറൊരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് പപ്പടം ഇതേമാതിരി നീളത്തിൽ അരിഞ്ഞിട്ട് ഒന്ന് വറുത്ത് കോരാം. ഞാനിവിടെ 3 പപ്പടമാണ് എടുത്തിരിക്കുന്നത്. ഇതേമാതിരി നീളത്തിൽ മുറിച്ച് നമുക്കിത് വറുത്ത് കോരാം. അങ്ങനെ 3 പപ്പടവും ഞാൻ ഇതേ രീതിയിൽ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന പപ്പടം ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു സെർവിങ് ബൗളിലേക്ക് ഇത് നമുക്ക് കോരി ഒഴിച്ചു കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് പച്ചക്കറി ഒന്നും ഇല്ലാത്ത സമയങ്ങൾ ഉണ്ടെങ്കിൽ ഈ ഒരു കറി നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതുതായി ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്യാനും കൂടി മറന്നു പോകരുത്. വലതുവശത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.